ആ പാട്ടിൻ്റെ കാര്യം പറയാം. അതിനുവേണ്ടിയാണ് ഞാൻ മോളെ വിളിച്ചത്. അതായത് തങ്കത്തോണി തെന്മലയോരം കണ്ടേ എന്നാണ്. ശരിക്ക് ഒരു വിരുദ്ധ അതിശയോക്തിയാണ്. തങ്കത്തോണി ഒരിക്കലും മലയോരത്തിൽ ഉണ്ടാവില്ല അല്ലേ? അത് കടലിലോ പിന്നെ പുഴയിലോ ഉണ്ടാകുന്നതല്ലേ തോണി. പക്ഷേ എൻ്റെ തങ്കത്തോണി അത് ചന്ദ്രനാണ്. അതിനെ നമുക്ക് മലയോരത്തെ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ മ്യൂസിക് ചെയ്തത് എൻ്റെ പ്രിയപ്പെട്ട ജോൺസനാണ്. അതിൻ്റെ സംവിധായകൻ എൻ്റെ പ്രിയപ്പെട്ട സത്യനന്ദിക്കാടാണ്. ചിത്രയാണ് എൻ്റെ പ്രിയപ്പെട്ട അനിയത്തി ചിത്രയാണ് പാടിയത്. അത് അഭിനയിച്ചത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉർവശിയാണ്. അവർക്കൊക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. എനിക്ക് കിട്ടിയില്ലെങ്കിലും എൻ്റെ വാക്കുകൊണ്ടാണ് അവർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോള് പാടും. തങ്കത്തോണി തെന്മലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ, കന്നിയിലക്കൊമ്പിളിൽ മുള്ളില്ല പൂവുണ്ടേ, ഇടനെഞ്ചിൽ തുടിയുണ്ടേ, തുടികൊട്ടും പാട്ടുണ്ടേ, കരകാട്ടം കാണാനുണ്ടേ. തങ്കത്തോണി തെന്മലയോരം കണ്ടേ കണ്ടേ. ശരി, മോളെ സ്നേഹയെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളെ സ്കൂളിന് അഭിമാനോട് കുട്ടിയായിട്ട് വളരട്ടെ അവിടെ. ശരി, വരൂ. ഏത് പാട്ടാണ് നമുക്ക്? എൻ്റെ പാട്ട് കുഴപ്പമില്ല. ഈറനായി നിലാവിൻ ഇതളും താനേ തെളിഞ്ഞരാവും പിന്നെ മഴനീർത്തുള്ളി. ഒരു ചിപ്പി എന്ന് പറയുന്നത് കടലിനകത്ത് ഉള്ളതാണ് അല്ലേ? പക്ഷേ ആ കടലിനകത്ത് അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ശുദ്ധജലത്തിൻ്റെ തുള്ളിയാണ് ഈ ചിപ്പി മുകളിൽ നിന്നിട്ട് ആദ്യം ഒരു തുള്ളി മഴത്തുള്ളി കിട്ടിയാൽ അതിങ്ങനെ അടഞ്ഞിട്ട് താഴേക്ക് പോകും. പിന്നെ അത് 1000 കൊല്ലം കഴിയുമ്പോഴേ നമുക്ക് കിട്ടുന്നത്. അത് കിട്ടുമ്പോൾ ആ മഴത്തുള്ളി അത് മുത്തായി മാറിയിട്ടുണ്ടാവും. നിങ്ങളും അതുപോലെ ആയിരിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, നന്മയുടെ ഒരു തുള്ളി നമുക്ക് കിട്ടിയാൽ ആ തുള്ളി കൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മുത്താക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അതാണ് നിങ്ങളുടെ ചുമതല. അതാണ് ഞാൻ ഈ പാട്ടിലൂടെ പറയാൻ കഴിയുന്നത്. നമ്മൾ പാടിക്കുന്നു. അത് സാരല്ല, ഞാൻ പാടാൻ വേണ്ടത്. ദൂരെ ദൂരെ സാഗരം തേടി പൂക്കുവേൽ പൊന്നാളം, ഈറനായി നിലാവിനിതളും താനേ തെളിഞ്ഞരാവും. ദൂരെ ദൂരെ സാഗരം തേടി പൂക്കുവേൽ പൊന്നാളം. ഇതുതന്നെയാണ്. ഇത് ജോൺസൺ ഞാനായിട്ട് ചെയ്ത ആദ്യത്തെ പാട്ടാണ്. അത് വരവേൽപ്പ് എന്ന ചിത്രത്തിൽ, അതും പിന്നെ സത്യനന്ദിയോടാണ്. ശ്രീനിവാസൻ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ലാലിൻ്റെ പടമാണ്. മഴ നീ മരുകി തൊണ്ട ശരിയില്ലാതുകൊണ്ടാണ് അല്ലേ ഞാൻ പാടി. സാറില്ല മുത്തായി മാറ്റും നന്മണി ചിപ്പിയെ പോലെ. ഈ സ്നേഹത്തിൻ്റെ ചിപ്പിക്കകത്തുള്ള നന്മയുടെ മുത്തായിട്ട് നിങ്ങൾ മാറണം. നിങ്ങൾ ഈ ലോകത്തിന് ആവശ്യമുള്ള മക്കളാണ് എന്ന് ഞാൻ നിങ്ങളോട് ഒന്നും കൂടി ഉത്ബോധിപ്പിച്ചുകൊണ്ട്, നന്മയുടെ ഈ ദിവസം, സ്വസ്തി എന്ന വാക്ക് സിനിമയിൽ ആദ്യമായിട്ട് ഞാനാണ് ഉപയോഗിച്ചത്. ആ സ്വസ്തിയുടെ ഓർമ്മയിലൂടെ ഞാൻ നിങ്ങളെ ആശംസിക്കുന്നു, ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. എൻ്റെ മക്കളെല്ലാവരും നന്നായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വിദ്യാഭ്യാസ സ്ഥാപനം മഹത്തായിട്ട് ഉയരട്ടെ, ഇനിയും ഉയരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.